കലോത്സവം കവർ ചെയ്യാനെത്തിയ റിപ്പോർട്ടർക്ക് ഒരു മോഹം, ഒന്ന് തിരുവാതിര കളിച്ചാലോ എന്ന്. പിന്നെ നടന്നത് ചരിത്രമാണ്. തനി തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല. എന്തായാലും നമ്മുടെ റിപ്പോർട്ടർ ശ്രീനന്ദയുടെയും കലാകാരികളുടെയും തിരുവാതിര ഒന്ന് കണ്ടുവരാം. പൊന്ന് രാഹുലെ, രാവിലെ 10 മണിക്ക് മുന്നേ വന്നിരിക്കാൻ തുടങ്ങിയതാ, 9 മണിക്ക് വന്നിരിക്കാൻ തുടങ്ങിയതാ. ഒരു പിള്ളേരെ കാണുന്നില്ല. ഇന്നാണെങ്കിൽ ആ തിരുവാതിര കളിയുമാണ്. കുട്ടികളെ കിട്ടുമെന്നില്ല ഞാൻ വന്നേ, ഒന്നിനും കാണുന്നില്ലടാ. അപ്പൊ നമുക്കൊന്ന് നടക്കാം. നടന്നിട്ട് ആരെങ്കിലും കിട്ടും. അപ്പൊ നമുക്ക് നടന്നു നോക്കാം. ഓക്കെ എന്നാ നമുക്ക് പോവാം. ഇതാ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ പിള്ളേര് കാണണം. നമുക്ക് എന്തായാലും തപ്പി നോക്കണം. എടാ നോക്കടാ, കുന്ത് വീങ്ങിക്കാതെ ഏതെങ്കിലും പിള്ളേരുണ്ട്. അവിടെ കുറച്ച് പിള്ളേരിക്കുന്നു. എടാ ഇത്രയും കിടിലം പെൺപിള്ളേര് എന്റെ കണ്ണിൽ പെട്ടില്ല. ഇതൊക്കെ എങ്ങനെയാടാ നിന്റെ കണ്ണിൽ മാത്രം കിട്ടുന്നേ? നോക്കി കണ്ടുപിടിക്കണം. നമ്മൾ കുറെ നേരം കൊണ്ട് നിൽക്കുകയാണ്. നിന്റെ നോട്ടം ഇത്തിരി കൂടുന്നുണ്ട്. എന്തായാലും പോയി നോക്കാം. നീ എങ്ങോട്ട് വരുന്നേ? ഞാൻ ഇത്ര നേരം കൂടെ നിന്നിട്ട്. വേണ്ട വേണ്ട വേണ്ട, പെൺപിള്ളേരുടെ അടുത്ത് ഞാൻ പൊക്കോളാം. നീ വരേണ്ട ആവശ്യമില്ല. മക്കള് പോയി. ഹലോ ഹലോ, ഹായ്. എന്താ നിങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞോ? നീ മീറല്ലേ ഇവിടെ? മീറല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പരിപാടിയൊക്കെ? അടിപൊളിയായിരുന്നു. അപ്പോ വയനാട് ദുരന്തമൊക്കെ നടന്നതാണ്. അപ്പോ അതിനെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ അവിടെ ഉള്ള ആൾക്കാരാണ്, അപ്പോൾ നിങ്ങളത് നേരിട്ട് കണ്ട് അനുഭവിച്ചവരാണ്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക്? അവിടെ ഭയങ്കര ഒരു ആ അവസ്ഥ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇപ്പൊ അതെല്ലാം കൂടി ഒന്ന് റീബിൽഡ് ചെയ്ത് എല്ലാവരും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇപ്പൊ ഓണല്ലേ, നിങ്ങൾ കലോത്സവം തകർക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങോട്ട് വന്നേക്കുന്നേ? അപ്പൊ നിങ്ങൾ എങ്ങനെ പെർഫോമൻസ് ഒക്കെ നിങ്ങൾ പൊളിച്ചില്ലേ? നിങ്ങളെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടോ, നല്ല വലിപ്പമുള്ള പൊട്ടൊക്കെ ഇട്ടിട്ട് നല്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഈ തിരുവാതിര കളിക്കാൻ, പക്ഷെ എനിക്ക് കളിക്കാൻ അറിയത്തില്ല മക്കളെ. സീരിയസ്ലി എനിക്ക് കളിക്കാൻ അറിയത്തില്ല. കാര്യമായിട്ടോ? പക്ഷെ എന്റെ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിങ്ങളോട് ഓക്കെ ഓക്കെ, പക്ഷെ ഞാൻ തെറ്റിക്കും ചിലപ്പോ. വടിയോ? ഇത് പൊന്നു പിള്ളേരെ, നിങ്ങൾ എന്നെ അടി മേടിപ്പിക്കുവോ? അപ്പൊ നമുക്ക് നീങ്ങാം. അപ്പോ ഞാൻ നിങ്ങളുടെ അടുത്ത് പേരൊന്നും ചോദിച്ചില്ല. അപ്പൊ എനിക്ക് പേരറിയണം. പേരെന്താണ്? ഹയ തോമസ്. ഹയ തോമസ്. ഫിദ ഫാത്തിമ. ദുർഗ സജീവൻ. ദുർഗ. നിദ ഫാത്തിമ. നിദ ഫാത്തിമ. ദിയ ഫാത്തിമ. ദിയ ഫാത്തിമ. എന്താ ഒരേ വീട്ടിൽ നിന്നാണോ രണ്ടുപേരും വന്നിരിക്കുന്നത്? അല്ല, നിങ്ങൾ രണ്ടുപേരും ഒരേ വീട്ടിൽ നിന്നാണോ? ഓ, അനിയത്തി അങ്ങനെയാണോ? ട്വിൻസ് ആണോ നിങ്ങള്? അതെ. സീരിയസ്ലി ഐഡന്റിക്കൽ ട്വിൻസ്. അനശ്വര. അനശ്വര. ആദിയ. ആര്യ. ആദിയ. അനാമിക. ആവണി. ദേവനന്ദ. ഞാൻ ശ്രീനന്ദ കേട്ടോ. ഓക്കെ, അപ്പോ തിരുവാതിര കളിക്കാൻ നമ്മൾ റെഡിയാണ്. പക്ഷെ ഇതില് പാട്ടൊക്കെ പാടത്തില്ലേ തിരുവാതിരക്ക്? അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാ പാട്ട് പാടും? ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും പാട്ട് പാടുമല്ലോ, എന്നെ പഠിപ്പിക്കുമല്ലോ നിങ്ങള്. ആണല്ലോ തെറ്റ്. അപ്പൊ ഇതാ ഞാൻ മൈക്ക് നിങ്ങൾക്ക് തരുവാണ്, ബാക്കി ഇത് നിങ്ങളുടെ കയ്യിലാണ്. ശരി, ഓക്കെ. രണ്ട് കൈ വെക്കാം ചേട്ടാ. കുട്ടികള് ഡാൻസ് ഞാൻ ഒന്ന് പഠിക്കാൻ വേണ്ടി വന്നേട്ടാ. വയനാട് വന്ന പിള്ളേരാണ്, അവരെ കൂടെ നാണം കിടത്താൻ വേണ്ടി കളിക്കുന്നത്. എന്തുവാ ഞാൻ നന്നായിട്ടാ കളിച്ചേ. എന്തുവാ എന്തുവാടേ? നേരെ നോക്കി കളിക്കും. ഞാൻ കുറെ നേരമായി തുടങ്ങിയിട്ട് പരിപാടി. ഏയ്, ഇന്ന് ഞങ്ങളുടെ ക്യാമറമാൻ കേട്ടോ, എന്നിട്ട് പറയണുണ്ടോ? ഞാനല്ലേ എല്ലാ കാര്യങ്ങളും നോക്കേണ്ട. വഴക്കു പറയുന്ന കുട്ടികളെ നിങ്ങൾ പ്രതികരിക്കാത്തത് എന്നെ ഇത്രയും പറഞ്ഞിട്ട്. ഒരു കുട്ടികൾ ശരിയല്ല. ഓക്കെ, എന്നിട്ട് എങ്ങനെയാ ബാക്കി പറഞ്ഞു? ഞാൻ ഇനി കളിച്ച് ഞാൻ സെറ്റ് ആക്കും. അപ്പോ ക്യാമറാമാൻ അനു ജാനാവൂറിനോടൊപ്പം ശ്രീനന്ദ, ജനം, തിരുവനന്തപുരം.